അല്ല, ഇന്നലെ മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്ത വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുള്ള വാർത്തയാണ്. ഇവിടെ ഈ അനിൽ ആൻ്റണി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയ നിമിഷം മുതൽ എന്നെ രാജ്യദ്രോഹി, ദേശദ്രോഹി എന്ന് വിളിക്കുകയാണ്. അത് വിളിക്കാനുള്ള കാരണം കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചതിൻ്റെ പേരിലാണ്. ഈ സത്യപാൽ മാലിക്കിനെതിരെ ഇന്ന് വരെ ഒരു കേസും എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണമാണ്. അത് അദ്ദേഹവുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് BJP നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, ഈ നന്ദകുമാറിൻ്റെ ആരോപണത്തിന് പിന്നിൽ ഞാനാണെന്ന്. എനിക്ക് നന്ദകുമാറുമായി ഒരു ബന്ധവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ഞാൻ നേരിൽ കാണുകയോ ചെയ്തിട്ടില്ല. ഈ നന്ദകുമാർ ആരാണെന്ന് നേരിട്ട് കണ്ടാൽ പോലും എനിക്കറിയില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ഇവിടെ അവരോധിച്ചിരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടി അതേക്കുറിച്ച് മറുപടി പറയണം. പിന്നെ ഈ നന്ദകുമാർ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് അതിന് സത്യമില്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു കോടതിയിൽ പോകട്ടെ, നിയമപരമായി നന്ദകുമാറിനെതിരെ നടപടിയെടുക്കട്ടെ. അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആരോപണം എന്ന് പറയുന്നത് അതൊരു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.